ഒരൊറ്റ കോടി CPM അവിടെ പൊന്തിച്ചിട്ടില്ല. എവിടെ മേൽമുറിയിൽ നിങ്ങള് അതൊന്ന് പറഞ്ഞാണ്. അതിന് നേരെ അപ്പുറത്തുള്ള വാർഡ് 39 732 വോട്ടിനാ അവിടെ ലീഗ് ജയിച്ചിട്ടുള്ളത്. 40-ാം വാർഡ് 500-ൽ കൂടുതൽ വോട്ടിനാ. വാർഡ് 28 500-ൽ കൂടുതലാ. ഇത് ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറി വില്ലേജില് ആ 1-ാം വാർഡും കൂടി ഇങ്ങക്ക് തരണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചപ്പോ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഭരിച്ചല്ലോ. അല്ലറണ്ട, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മലപ്പുറം മേൽമുറിയൊക്കെ ലീഗ് തന്നെ ഭരിക്കുള്ളൂ. അതിലിപ്പോൾ ആർക്കവിടെ സംശയമുള്ളത്? ഇപ്പൊ തന്നെ ഇങ്ങനെ തൊണ്ട പൊട്ടി മരിച്ച റിസൾട്ട് വരുന്നന്ന് ഇതിൽ കൂടുതൽ ഉച്ചത്തിൽ അലറി വിജയം വിളിച്ചു പറയാൻ ശബ്ദം ഉണ്ടാവില്ലാന്ന്. പിന്നെ മലപ്പുറം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാവാൻ പ്രത്യേകിച്ചൊരു വികസനത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. നമ്മൾ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആത്മീയ തട്ടിപ്പുകാരനെ എത്രയൊക്കെ നമ്മൾ പൊളിച്ചു കാണിച്ചിട്ടും മലപ്പുറത്ത് താത്തന്മാരെ അവിടെ കിടന്ന് അഴിഞ്ഞാടല്ലേ? എന്താ തങ്ങളാണ്. മരണം വരെ തങ്ങന്മാർക്ക് തലച്ചോറ് പണയം വെച്ച മലപ്പുറത്തെ താത്തന്മാരുടെ മനസ്സിൽ ലീഗിന്റെ കോണിച്ചിഹ്നം പച്ച കുത്തിയത് പാണക്കാട് തങ്ങന്മാരുടെ കോണിയായിട്ടാ. അപ്പൊ പിന്നെ LDFും BJP ഒക്കെ അവിടെ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും പ്രത്യേകിച്ചൊരു മാറ്റം സംഭവിക്കൂല. ചിന്തിക്കാൻ പ്രാപ്തിയുള്ള, നെട്ടലുള്ള, നിലപാടുള്ള പുതിയ തലമുറ വരട്ടെ. വിധി മറ്റൊന്നാവുമോ എന്ന് നോക്കാം എന്നൊക്കെയാണ് മാർക്കിസ്റ്റേർ പറയുന്നത് കേട്ടോ, ഞാനല്ലേ. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാലേ, നമ്മളെ പാത്തും താത്താനൊക്കെ നിങ്ങൾ കണ്ണ് കെട്ടി പോളിംഗ് ബൂത്തിലേക്ക് വിട്ടോക്കി കറക്റ്റ് പോയിട്ട് ആ പാണക്കാട് തങ്ങളെ കോണിമ തന്നെ പോയി കുത്തും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിന്ന്. അപ്പം എങ്ങനെ ഏറെക്കുറെ